തേർഡ് ചാപ്റ്റർ ആണ് ഷെയർസ് ആൻഡ് ഡിവിഡൻസ്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് ടേംസിനെ പരിചയപ്പെടേണ്ട കാര്യമുണ്ട്. അതിലൊന്നാണ് നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. നോമിനൽ വാല്യൂ ഓഫ് എ ഷെയർ. അപ്പം ഈ ഷെയർസ് ഒക്കെ ഉണ്ടാവുക ഒരു കമ്പനീന്റെ കയ്യിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കമ്പനി ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഷെയറിന് ഡിക്ലെയർ ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയാ, നോമിനൽ വാല്യൂ. ഇപ്പം ഒരു കമ്പനീന്റെ കയ്യിൽ കുറച്ച് ഷെയർ ഉണ്ട്. ഇപ്പം ഈ ഒരു ഷെയറിന്റെ വാല്യൂ ഒരു ₹100 ആണെന്ന് കമ്പനി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് അതിന്റെ എന്ത് വരിക, നോമിനൽ വാല്യൂ ആയിട്ട് വരിക. അപ്പം ഇപ്പം ഒരു കമ്പനീന്റെ അടുത്ത് ഒരു കമ്പനി, ഈ കമ്പനി റൺ ചെയ്യുന്നത് ഒരുപാട് ഷെയർസ് വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ ഈ ഷെയർസ് ഒക്കെ ആരാണ്, നമ്മൾ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നമ്മളൊരു തേർഡ് പാർട്ടി ആയിട്ടുള്ള നമ്മളാണ് മേടിക്കുക. അപ്പൊ നമ്മൾ മേടിക്കുന്നത് ഇതിപ്പോ കമ്പനി ഡിക്ലെയർ ചെയ്ത വാല്യൂ ആണ് ₹100 അല്ലെ. അപ്പൊ അത് മാർക്കറ്റിലേക്ക് വരുമ്പം ഈ ഷെയറിന്റെ വാല്യൂ ഒന്നെങ്കിൽ കൂടാം അല്ലെങ്കിൽ കുറയാം അല്ലെ. ഇപ്പൊ നോക്ക്, ഇപ്പം ഈ ഒരു ഷെയറിന്റെ കേസിൽ രണ്ട് ചാൻസ് ഉണ്ട്. ഈ ₹100 ഒന്നെങ്കിൽ കൂടാം അല്ലെങ്കിൽ കുറയാം അല്ലെ. അപ്പൊ കമ്പനി ഡിക്ലെയർ ചെയ്ത വാല്യൂ ആണ് എന്ത്, ₹100. ഇനി ഇതിനെ കൂടുകയാണെങ്കിൽ ഇപ്പൊ നോക്കൂ, ഷെയറിന്റെ വാല്യൂ ഇപ്പോ ഞാൻ മേടിക്കുന്ന ₹110 അപ്പം ഇതിന്റെ കൂടെ എന്ത് വന്ന് +10 വന്നില്ലേ അല്ലെ, +10 കൂടി. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, മാർക്കറ്റ് വാല്യൂ എന്ന് പറയാം. മാർക്കറ്റ് വാല്യൂ അത് സെക്കൻഡ് ടേം കേട്ടോ. ഒന്ന് കമ്പനി ഡിക്ലെയർ ചെയ്യുന്ന വാല്യൂവിനെയാണ് എന്ത് പറയാ, നോമിനൽ വാല്യൂ. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഷെയർസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വാല്യൂവിനെയാണ് എന്ത് പറയാ, മാർക്കറ്റ് വാല്യൂ എന്ന് പറയാം. അപ്പൊ ഇത് ഈ ആക്ച്വലി കമ്പനി ഡിക്ലെയർ ചെയ്യുന്നതിന് ഒരു 10 കൂടിയില്ലേ, ₹10 കൂടിയില്ലേ. അപ്പൊ ഈ കൂടിയ റുപ്പീസിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രീമിയം എന്ന് പറയാം. പ്രീമിയം. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ, ഇപ്പൊ ഒരു ₹50 ആണ് നോമിനൽ വാല്യൂ. അത് അതിന്റെ മാർക്കറ്റ് വാല്യൂ ഒരു 55 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ പ്രീമിയം എത്രയാ വരിക, ₹5. ക്ലിയർ ആയോ? ഇനി അടുത്ത ചാൻസ് എന്താന്ന് പറഞ്ഞാല് ഈ കമ്പനി ഡിക്ലെയർ ചെയ്ത ഈ നോമിനൽ വാല്യൂന്ന് ഇതിന്റെ വാല്യൂ കുറയാം അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം 100 അതൊരു ₹90 ആയി എന്ന് വിചാരിച്ചു അല്ലെ. അപ്പൊ ഇതും എന്താണ്, മാർക്കറ്റ് വാല്യൂ ആണ്. അപ്പൊ -10, അതായത് ₹10 കുറയല്ലേ ചെയ്തത് അല്ലെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡിസ്കൗണ്ട് എന്ന് പറയാ. എന്താ പറയാ, ഡിസ്കൗണ്ട്. ക്ലിയർ ആയോ? അപ്പം ₹50 ഇപ്പൊ 45 ആയെന്ന് വിചാരിച്ചോ. ₹45 ആയി. അപ്പൊ ഡിസ്കൗണ്ട് എത്രയാ വരിക, ₹5. ക്ലിയർ ആയോ? അപ്പൊ പ്രീമിയവും ഡിസ്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇപ്പം നോമിനൽ വാല്യൂന്ന് ഒരു കൂടിയ എമൗണ്ടിലാണ് നമ്മൾ ഷെയർ മേടിക്കുന്നെങ്കിൽ അത് എന്തായിരിക്കും, ആ കൂടിയ എമൗണ്ട് എന്തായിരിക്കും, പ്രീമിയം ആയിരിക്കും വരിക അല്ലെ. ഇപ്പം മാർക്കറ്റ് വാല്യൂന്ന് നോമിനൽ വാല്യൂന്ന് കുറഞ്ഞ വാല്യൂവിലാണ് നമ്മൾ ഷെയർ മേടിക്കുന്നെങ്കിൽ അതിനെന്തായിരിക്കും, നമ്മളൊരു ഡിസ്കൗണ്ടിലായിരിക്കും മേടിക്കുക. ക്ലിയർ ആയോ? എല്ലാം കൂടി ഹൈലൈറ്റ് ചെയ്തിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ എല്ലാ പോയിന്റ്സും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം. ഇപ്പം ഒരു കമ്പനി ഉണ്ട്, ഒരു ABC കോർപ്പറേഷൻ. ABC കോർപ്പറേഷൻ. ഈ ABC കോർപ്പറേഷന് കുറെ ഷെയർസ് ഉണ്ട്. അപ്പൊ ആ ഷെയർ അവര് വാല്യൂ പറഞ്ഞിരിക്കുന്നത് ₹60 അല്ലെ. അപ്പൊ ഇതാണ് എന്ത്, അതിന്റെ നോമിനൽ വാല്യൂ. നോമിനൽ വാല്യൂ അല്ലെങ്കിൽ വേറൊരു പേരുണ്ട്, അതിന് ഫേസ് വാല്യൂ എന്ന് പറയാം. ക്ലിയർ ആയോ? ഇപ്പോ ശങ്കർ എന്ന് പറഞ്ഞൊരു കസ്റ്റമർ ഈ ഒരു ഷെയർ മേടിച്ചത് ₹75 അല്ലെ. അപ്പൊ ശങ്കർ മേടിച്ച ഇതിനെയാണ് എന്ത് പറയാ, മാർക്കറ്റ് വാല്യൂ എന്ന് പറയാം. മാർക്കറ്റ് വാല്യൂ. അപ്പൊ ശങ്കർ എന്താ കൊടുത്തത്, ഒരു പ്രീമിയം ആണ് കൊടുത്തത്. അപ്പം അതായത് നോമിനൽ വാല്യൂന്ന്
കാട്ടി കൂടുതൽ വാല്യൂ ആയിട്ടല്ലേ നമ്മളത് മേടിച്ചത്. അപ്പൊ പ്രീമിയം എത്രയാ വരിക? 75 മൈനസ് 60 എത്രയാ വരിക? 50. ക്ലിയർ ആയോ? 15 ആണ് എന്ത് വരിക അതിന്റെ പ്രീമിയം. ഇപ്പൊ ഇൻ കേസ് ശങ്കർ ഒരു 40 റുപ്പീസിനാണ് ഈ ഷെയർ മേടിച്ചെങ്കിൽ, ₹40ക്കാണ് മേടിച്ചെങ്കിൽ അതും എന്താണ്? മാർക്കറ്റ് വാല്യൂ ആണ്. പക്ഷെ ഇവിടെ എന്താണ് വരിക? പ്രീമിയം അല്ല വരിക. അവിടെ എന്താണ് വരിക? ഡിസ്കൗണ്ട് ആണ് വരിക. ഡിസ്കൗണ്ട് അല്ലെ? അതായത് നോമിനൽ വാല്യൂന്ന് കുറഞ്ഞ്, നോമിനൽ വാല്യൂ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടി കുറഞ്ഞ് അല്ലേ? അല്ലേ? സോറി, നോമിനൽ വാല്യൂ ആണ് വലുത് മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടി. അപ്പൊ ആ കേസാണ് എന്ത് വരിക? ഡിസ്കൗണ്ട്. അപ്പൊ ഇവിടെ വന്ന ഡിസ്കൗണ്ട് എത്രയാ വരിക? 60 മൈനസ് 40 എത്രയാ? ₹20 ഡിസ്കൗണ്ട് ആണ് വന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതിലെ പ്രോബ്ലം ഒന്ന് ചെയ്യാം. അപ്പൊ ഒരു ഐഡിയ കിട്ടും. ഇപ്പം ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. എക്സസൈസ് 3A. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്ക്. ഹൗ മച്ച് മണി വിൽ ബി റിക്വയർഡ് ടു ബൈ 400 rupees 12.5 ഷെയർസ് അറ്റ് എ പ്രീമിയം ഓഫ് ₹1 അല്ലേ? അപ്പം ഇതിൽ നോമിനൽ വാല്യൂവിന് വേറെ പേരാണ് ഫേസ് വാല്യൂ. അപ്പൊ ഞാൻ ഫേസ് വാല്യൂ എന്ന് എഴുതാം. അത് എഴുതാനായിരിക്കും കുറച്ചു. അപ്പൊ ഫേസ് വാല്യൂ എത്രയാ വരുന്നത്? ഇതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹12.50 അല്ലെ? പ്രീമിയം എത്ര തന്നിട്ടുണ്ട്? പ്രീമിയം എത്രയാ? ₹1 അല്ലെ? അപ്പൊ മാർക്കറ്റ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും വരിക? ഫേസ് വാല്യൂവിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? പ്രീമിയം ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ 12.50 പ്ലസ് ₹1 ഇത് ആഡ് ചെയ്യുമ്പോൾ എത്രയാ വരിക? 13.50 റുപ്പീസ് കിട്ടും അല്ലെ? അപ്പം എത്ര നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? നമ്പർ ഓഫ് ഷെയർസ് 400 ഷെയർസ് മേടിച്ചിട്ടുണ്ട് അല്ലെ? അപ്പം എമൗണ്ട് അല്ലെങ്കിൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് എന്നാണ് നമ്മൾ പറയാം. ഷെയർ മേടിക്കുന്ന പൈസക്കാണ് നമ്മൾ എന്താ പറയാ? എമൗണ്ട് ഇൻവെസ്റ്റഡ് എന്ന് പറയാം. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇസ് ഈക്വൽ ടു എത്ര ഷെയർ ഉണ്ട്? ഒരു ഷെയർ എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? 13.5. അങ്ങനെ എത്ര ഷെയർ ഉണ്ട്? നമ്മൾ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഇൻടു നമ്പർ ഓഫ് ഷെയർസ്. അതാണ് അതിന്റെ ഫോർമുല. മാർക്കറ്റ് വാല്യൂ, ഈ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് ആട്ടോ. നമ്പർ ഓഫ് ഷെയർസ്. മാർക്കറ്റ് വാല്യൂ എത്രയാണ് വരുന്നത്? 13.50 ഇൻറ്റു 400 അല്ലെ? സോൾവ് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 1350 ഇൻറ്റു 4 എന്ന് ചെയ്താൽ മതി അല്ലെ? എത്രയാ വരിക? ₹5400. ഇതാണ് എന്ത് വരിക? ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ ആ ഷെയർ മേടിച്ച എമൗണ്ട്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മണി വിൽ ബി റിക്വയർഡ് ടു ബൈ ₹250 15 ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 1.50 അല്ലെ? ഇവിടെ ഫേസ് വാല്യൂ എത്രയാ? ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹15 ആണ് അല്ലെ? ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ടിനെ ഞാൻ D എന്ന് റെപ്രസെന്റ് ചെയ്തു. ഡിസ്കൗണ്ട് എത്രയാ വന്നത്? ₹1.5 അല്ലെ? അപ്പൊ മാർക്കറ്റ് വാല്യൂ എന്താ വരിക? ഫേസ് വാല്യൂ മൈനസ് ഡിസ്കൗണ്ട് അല്ലെ? അതായത് 15 മൈനസ് 1.5. ഇത് ചെയ്യുമ്പോൾ എത്ര വരിക? 13.5 അല്ലെ? ₹13.5 അല്ലെ? അപ്പോ നമ്പർ ഓഫ് ഷെയർസ് എത്ര വന്നിട്ടുണ്ട്? N എത്രയാ വന്നത്? 250 ഷെയർസ് ആണ് മേടിച്ചത്. അപ്പൊ പ്രൈസ് എത്രയാ വരിക? എമൗണ്ട് ഇൻവെസ്റ്റഡ് ഓർ ദ കോസ്റ്റ് ഓഫ് ദ ടോട്ടൽ ഷെയർ എന്താ വരിക? മാർക്കറ്റ് വാല്യൂ ഇൻടു നമ്പർ ഓഫ് ഷെയർസ്. മാർക്കറ്റ് വാല്യൂ എത്രയാ വരുന്നത്? 13.5 ഇൻടു നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 250. ഈ ഡെസിമൽ ഒഴിവാക്കാൻ 135 ഇൻറ്റു 25 ഇതാണ്. ഇത് എത്രയാ വരിക?
125 into എത്രയാ വരിക ₹3375 മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയായിട്ട് ₹3375. ക്ലിയർ ആയോ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്ക്. ഇതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. A person buys 120 shares at a nominal value of ₹40, which he sells 42.50 each. Find his profit and profit percentage. അതായത് നമ്പർ ഓഫ് ഷെയർസ് ഇവിടെ എത്രയാന്ന്? നമ്പർ ഓഫ് ഷെയർസ് 120 അല്ലെ? ആ ഒരു ഷെയറിന്റെ നോമിനൽ വാല്യൂ, അതായത് ഫേസ് വാല്യൂ എത്രയാന്ന്? ₹40, which he sells at ₹42.50 each അല്ലേ? അപ്പം സെല് ചെയ്തത് എത്രയാണ്? 42.50. അപ്പം ഇതിന്റെ എമൗണ്ട് ഇൻവെസ്റ്റഡ് എന്താ വരിക? എമൗണ്ട് ഇൻവെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ 40 into 120 അല്ല, എത്ര ഒരു ഷെയറിന് 40 എന്ന രീതിയിലാണ് ആ പേഴ്സൺ മേടിച്ചത്. അപ്പം മൂപ്പര് എത്ര മേടിച്ചിട്ടുണ്ടാവും? 4,800 റുപ്പീസ് എന്താ അതിൽ സ്പെൻഡ് ചെയ്ത് അല്ലെ? ഇനി എമൗണ്ട് at which he sold the share. ഷെയർ സെല് ചെയ്തത് എത്രയ്ക്കാന്ന് പറയുന്നുണ്ട്? 42.5 അല്ലെ? അപ്പോൾ 42.50 ഇൻറ്റു എത്ര ഷെയറാ? 120. ക്ലിയർ ആയോ? ഇത് എത്രയാ വരിക? 5100 റുപ്പീസ്. 5100. അപ്പം നമ്മൾ സിമ്പിൾ ലോജിക്ക് വെച്ച് അയാൾ ഇൻവെസ്റ്റ് ചെയ്തത് 4,800 അയാൾ സെൽ ചെയ്തത് 5,100 അപ്പം ഉണ്ടാക്കിയ പ്രോഫിറ്റ് എത്രയായിരിക്കും വരിക? അല്ലെ? സെൽ ചെയ്തതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഇൻവെസ്റ്റ് ചെയ്തത് കുറച്ചാൽ പോരെ അല്ലെ? അപ്പൊ എത്രയാ വരിക? ₹300. അപ്പൊ 300 റുപ്പീസാണ് അയാൾ എന്തായി മൊത്തം അയാൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് അല്ലെ? ആ പ്രോഫിറ്റ് എത്ര പെർസെന്റേജ് ആണെന്ന് അറിയാം. പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും പെർസെന്റേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല ഇതാണ്: പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഇൻവെസ്റ്റഡ്. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻറ്റു 100. ക്ലിയർ ആയോ? എത്ര പ്രോഫിറ്റ് മൂപ്പര് ഉണ്ടാക്കിയത്? 3,000 അല്ലെ? എത്ര ഇൻവെസ്റ്റ് ചെയ്തത്? എമൗണ്ട് ഇൻവെസ്റ്റഡ് 4,800 ആട്ടോ, ഇൻറ്റു 100 അല്ലെ? ഈ 2 0 കട്ട് ചെയ്യുക. ഇതിൽ 3 കോമൺ ആണ്. 100 ഡിവൈഡഡ് ബൈ ഇതിൽ 16. 100/16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? 6.25%. 6.25% ആണ് എന്തായത് അയാളെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ക്ലിയർ ആയോ? അപ്പൊ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാന്ന് കണ്ടുപിടിക്കുക, എമൗണ്ട് സെല് ചെയ്തത് കണ്ടുപിടിക്കുക. അതായിരിക്കും എന്ത് വരിക? അത് സബ്ട്രാക്ട് ചെയ്താലായിരിക്കും എന്ത് വരിക? പ്രോഫിറ്റ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫോർത്ത് ക്വസ്റ്റ്യൻ. Find the cost of 85 shares of ₹60 each when quoted at 63.25. അതായത് ഫേസ് വാല്യൂ ആണ് എത്ര? 60 റുപ്പീസ്. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 63.85 അല്ല, സോറി 63.25. നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 85 ഷെയർസാ അല്ലേ? അപ്പം ഫൈൻഡ് ദ കോസ്റ്റ് എന്ന് പറയുന്നത് എമൗണ്ട് ഇൻവെസ്റ്റഡ് കേട്ടോ. എന്താ വരിക? അതിന്റെ ഫോർമുല മാർക്കറ്റ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്. മാർക്കറ്റ് വാല്യൂ എത്രയാ? 63.25 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് തന്നെ 85. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 5376.25.
rupees 5376.25. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. A man invests rupees 800 in buying 5 shares, and when they are selling at a premium of rupees 1.15, he sells the share. He sells all the shares. Find his profit and the profit percentage. അല്ലേ? എമൗണ്ട് ഇൻവെസ്റ്റഡ് എത്രയാണ് വരുന്നത്? എമൗണ്ട് ഇൻവെസ്റ്റഡ്, ആ പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് എത്ര? 800 rupees 800. അല്ലേ? In buying rupees 5 shares when they are selling at a premium of rupees 1.15. അല്ലേ? അപ്പം മാർക്കറ്റ് വാല്യൂ എത്രയാണ് വരുന്നത്? മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം. അല്ലേ? ഫേസ് വാല്യൂ എത്രയായിരുന്നു? 5. പ്രീമിയം എന്ന് പറയുന്നത് 1.15 ആണ്. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 6.15 rupees. ഇത്രയല്ലേ വരുന്നത്? അല്ലേ? അപ്പം മൂപ്പര് പർച്ചേസ് ചെയ്തത് rupees 5 പറഞ്ഞത്. അല്ലേ? അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് എന്താ വരിക? നമ്പർ ഓഫ് ഷെയർസ് തന്നെ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഡിവൈഡഡ് ബൈ എന്താ വരിക? മറ്റേ മേടിച്ചത് എത്രയാ? ഫേസ് വാല്യൂ. അല്ല, അപ്പൊ 800 ഡിവൈഡഡ് ബൈ 5 അല്ലേ? എത്ര ഷെയർസ് മേടിച്ചിട്ടുണ്ടാവും? 160 ഷെയർസ് മേടിച്ചിട്ടുണ്ടാവും. അല്ലെ? അത് സെല് ചെയ്തത് എത്രയ്ക്കാന്നാ പറഞ്ഞത്? 6.15. അല്ലെ? അപ്പം എമൗണ്ട് ഏൺഡ് എത്രയാ വരിക? മാർക്കറ്റ് വാല്യൂ ഇൻടു നമ്പർ ഓഫ് ഷെയർസ്. അല്ലെ? നമ്പർ ഓഫ് ഷെയർസ് എങ്ങനെ കണ്ടുപിടിച്ചാൽ പോരെ? ഒരു 5 രൂപയ്ക്കാണ് ഒരു ഷെയറിന്റെ വാല്യൂ 5 രൂപയാണ്. അങ്ങനെ 800 rupees ആണ് മൂപ്പര് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ 800 by 5. ഇവിടെ മാർക്കറ്റ് വാല്യൂ ഇൻടു തന്നെ മാർക്കറ്റ് വാല്യൂ എത്രയാന്ന്? 6.15 ഇൻടു എത്രയാ? എത്ര ഷെയർസ്? 160. അല്ലെ? എത്രയാ വരിക? ₹984 വരും. അല്ലെ? അപ്പൊ പ്രോഫിറ്റ് എന്താ വരിക? 3 rupees ആണ്. അല്ലെ? 3 നമ്പർ ഓഫ് ഷെയർസ് ആണ് മേടിച്ചത്. അപ്പോൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് 3 rupees ആണ്. അപ്പൊ പ്രോഫിറ്റ് എത്രയാ വരിക? എമൗണ്ട് ഏൺഡ് ടു 984 മൈനസ് എമൗണ്ട് ഇൻവെസ്റ്റഡ് എത്രയാ വരിക? ₹184. ഇത്രയായിരിക്കും മൂപ്പര് എന്ത് വരിക? പ്രോഫിറ്റ് വരിക. അല്ലെ? ഇനി പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഫോർമുല. പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 184 ഡിവൈഡഡ് ബൈ എമൗണ്ട് ഇൻവെസ്റ്റഡ് എത്രയാ? 800 ഇൻറ്റു 100. 100 ക്യാൻസൽ ചെയ്യാം. എത്രയാ വരിക? എത്രയാ? 23%. 23% ആണ് മൂപ്പര് എന്ത് വരിക? പ്രോഫിറ്റ് വരിക. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. Find the annual income derived from 125 rupees 120 shares paying 5% dividend. അല്ലേ? അപ്പം ഇത് പഠിച്ചു വെച്ചോ. എമൗണ്ട് ഏൺഡ്, ഇത് എത്രാമത്തെ ക്വസ്റ്റ്യനാണ്? 6th ക്വസ്റ്റ്യൻ. ഈ ഫോർമുല പഠിച്ചു വെച്ചോ. എമൗണ്ട് ഏൺഡ് ഇൻ എ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും വരിക? എമൗണ്ട്, അതായത് ഒരു വർഷം ഏൺ ചെയ്ത, അതായത് എമൗണ്ട് ഇൻവെസ്റ്റഡ് അല്ല, ഞാൻ വേറൊരു സൈറ്റ് പറഞ്ഞുതരാം. എപ്പോഴും ഈ ഒരു ഫോർമുല ആലോചിച്ചാൽ മതി. ഫേസ് വാല്യൂ ഇൻടു നമ്പർ ഓഫ് ഷെയർസ് ഇൻടു ഡിവിഡൻഡിന്റെ പെർസെൻറ്റേജ് ബൈ 100. ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. എമൗണ്ട് ഏൺഡ് ഇൻ എ ഇയർ, ഫേസ് വാല്യൂ ഇൻടു നമ്പർ ഓഫ് ഷെയർസ് ഇൻടു ഡിവിഡൻഡിന്റെ പെർസെൻറ്റേജ്. ഇപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്ന എത്രയാ? നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 125 അല്ലേ? ഫേസ് വാല്യൂ എന്താ വരിക?
ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹120 അല്ലേ. ഞാൻ ചിലതിനൊന്നും ഈ ഫേസ് വാല്യൂവിന് ₹120 റുപ്പീസ് എന്നുള്ള ഈ ഒരു എംബ്ലം ഇട്ടിട്ടുണ്ടാവില്ല കേട്ടോ. അത് എന്തായാലും നിങ്ങൾ ഇടണം കേട്ടോ. ഞാൻ പിന്നെ ഇവിടെ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഈ വാല്യൂസ് എഴുതുന്നോ എന്തായാലും നിങ്ങൾ റുപ്പീസ് അത് ഡിനോമിനേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ ഡിവിഡൻഡിന്റെ പെർസെന്റേജ് എന്താ വന്ന് 5%. അപ്പൊ എമൗണ്ട് ഏൺഡ് എന്താ വരിക? എമൗണ്ട് ഏൺഡ് ഈസ് ഈക്വൽ ടു ഫേസ് വാല്യൂ എത്രയാ 120 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എത്രയാ 125 ഇൻറ്റു ഡിവിഡൻഡിന്റെ പെർസെന്റേജ് ആണ് D5 by 100. ക്ലിയർ ആയോ? ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്രയാ വരിക? ഈ 0 ക്യാൻസൽ ചെയ്യാം അല്ലെ. ഈ 5 ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 2 വരും. ഈ 2ഉം ഇതും ക്യാൻസൽ ആയ 6 ഇൻറ്റു 125 എന്ന് പറഞ്ഞാൽ 5 6 33 15 ബാക്കി എന്താ വരിക? 750 റുപ്പീസ് 750. അപ്പൊ അത്രയും എമൗണ്ട് ആയിരിക്കാണ് ഇയാൾ ഒരു വർഷം ഏൺ ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ ആയോ? ഈ ഫോർമുല ഇമ്പോർട്ടന്റ് ആട്ടോ, ഇത് പഠിച്ചു വെക്കണം. ഇനി 7th ക്വസ്റ്റ്യൻ നോക്ക്. 7th question. A man invests ₹3072 in a company paying 5% per annum. When its ₹10 share can be bought for ₹16. Find his annual income, his percentage income on his investment. A man invests അല്ലേ. അപ്പം എമൗണ്ട് ഇൻവെസ്റ്റഡിനെ ഞാൻ ഷോർട്ടായിട്ട് തൽക്കാലം AI എന്ന് എഴുതിട്ടാ. ഇതിന്റെ അർത്ഥം എന്താ? എമൗണ്ട് ഇൻവെസ്റ്റഡ് എത്രയാണ് വരുന്നത്? 3072 ആണ്. ഇത്രയും റുപ്പീസാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഡിവിഡൻഡ് എത്രയാണ് കമ്പനി പേ ചെയ്യുന്നത്? 5% ആണ് അല്ലേ. അതിന്റെ ഫേസ് വാല്യൂ എത്രയാന്ന്? ₹10 ആണ്. ഫേസ് വാല്യൂ 10 ആണ് അല്ലേ. മാർക്കറ്റ് വാല്യൂ എത്രയാന്ന്? 16 അല്ലേ. ഫൈൻഡ് ഹിസ് ആനുവൽ ഇൻകം. ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ വരിക? എമൗണ്ട് റിസീവ്ഡ് ഇൻ 1 year അല്ലെങ്കിൽ ആനുവൽ ഇൻകം എന്നിരിക്കോ. ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ എമൗണ്ട് റിസീവ്ഡ് ഇൻ 1 year. എന്തായാലും നമ്മളെ ഫോർമുല ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ബൈ 100 ഇസ് ഈക്വൽ ടു ഫേസ് വാല്യൂ എത്രയാ? 10 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഷെയർസ് തന്നിട്ടില്ല. അപ്പം ഇതില് നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കാൻ എന്താ വരിക? എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ മാർക്കറ്റ് വാല്യൂ. ക്ലിയർ ആയോ? ഈ എമൗണ്ട് ഇൻവെസ്റ്റഡ് അല്ലേ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു മാർക്കറ്റ് വാല്യൂ എന്ന് പറയാം. നമ്മൾ മുന്നേ പഠിച്ച്. അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് അതായത് എമൗണ്ട് ഇൻവെസ്റ്റഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? മാർക്കറ്റ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് അല്ലേ. അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് എന്താവും? ഇത് അങ്ങോട്ട് എടുക്കുമ്പോൾ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ. അപ്പൊ എത്രയാ വരിക? 3072 ഡിവൈഡഡ് ബൈ 60 അല്ലേ. അത് എത്ര വരും? ഡിവൈഡ് ചെയ്താൽ 192 വരും. ക്ലിയർ ആയോ? ഇത് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഫോർമുല യൂസ് ചെയ്യുക കേട്ടോ. ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 192 ഇൻറ്റു ഡിവിഡൻഡിന്റെ പെർസെൻറ്റേജ് എത്രയാ? 5 ഡിവൈഡഡ് ബൈ 100. ഈ ഒരു ഇത് കട്ട് ചെയ്യുക അല്ലേ. ഇവിടെ 2 വരും. ഇസ് ഈക്വൽ ടു 192 by 2 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? ₹96. അപ്പൊ 96 ആണ് എന്ത് വരിക? ആനുവൽ ഇൻകം അല്ലെ. ഇനി പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണ് ചോദിച്ചത്. പെർസെൻറ്റേജ് ഇൻകം അപ്പൊ എന്താ വരിക? ഏൺഡ് ഇൻകം എത്രയാണ് വരുന്നത്? 96 ഡിവൈഡഡ് ബൈ എത്ര എമൗണ്ടാ അയാൾ ഇൻവെസ്റ്റ് ചെയ്തത്? 3072. അതിന്റെ പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് ഇൻകം വരിക അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒക്കെ വരിക. ക്ലിയർ ആയോ? അപ്പൊ ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്ര? ഈ ഇൻറ്റു എന്ത് വരും? 100 അല്ലെ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3.125% കിട്ടും.
ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Question 8. A man invests rupees 7770 in a company paying 5% dividend when a share of nominal value rupees 100 sells at a premium of rupees 105. Fine. അപ്പോൾ നമ്മൾ തന്നോക്കുന്ന എഴുതി വെച്ചിരിക്കുക. Amount invested AI എത്രയാണ് വരുന്നത്? 7770 അല്ലേ? ഡിവിഡൻഡിന്റെ പെർസെൻറ്റേജ് എത്രയാ? 5%. പിന്നെ വെൻ എ ഷെയർ ഓഫ് നോമിനൽ വാല്യൂ, അതായത് ഫേസ് വാല്യൂ എത്രയാണെന്ന്? 100 അല്ലെ? മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 5 ആണ്. പ്രീമിയം എന്ന് പറയുന്നത് 5 ആ. അപ്പൊ മാർക്കറ്റ് വാല്യൂ തന്നെ 100 + 5 എത്രയാ വരിക? 105 അല്ലെ? ഇനി നമ്പർ ഓഫ് ഷെയർസ് ആദ്യം കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ മാർക്കറ്റ് വാല്യൂ അല്ലെ? എത്രയാ? 7770 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ എത്രയാ? 105. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 74 ഷെയർസ് എന്നാ കിട്ടുക അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നമ്പർ ഓഫ് ഷെയർസ് ബോട്ട് 74. ആനുവൽ ഇൻകം ആനുവൽ ഇൻകത്തിന്റെ ഫോർമുല എന്താ? ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് D/100. ഫേസ് വാല്യൂ എത്രയാ? 100 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 74 ഇൻറ്റു ഡിവിഡൻഡ് എത്രയാ? 5 ഡിവൈഡഡ് ബൈ 100 അല്ലേ? അതെന്താ വരിക? ഈ 100ഉം 100ഉം ക്യാൻസൽ ആവും. അപ്പൊ 74 5 4 22. അപ്പൊ 370. ഇപ്പൊ rupees 370 ആണ് എന്ത് വരിക? ആനുവൽ ഇൻകം. പെർസെൻറ്റേജ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ വരിക? പെർസെൻറ്റേജ് ഇൻകം, അതായത് അത് റിസീവ് ചെയ്തതാണ് എത്ര? ആനുവൽ ഇൻകം ആണ് 370. ഇൻവെസ്റ്റ് ചെയ്തത് എത്രയായിരുന്നു? 7770 ഇൻറ്റു എന്ത് വരും? 100. ഈ രണ്ട് സീറോസ് ക്യാൻസൽ ചെയ്യുക അല്ലെ? ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ വരിക? 4.76% എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഇത് ഞാൻ ഡിവൈഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഡിവൈഡ് ചെയ്യാന്നുള്ള കാര്യം ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതുകൊണ്ട് ഇനി അത് പറഞ്ഞ സമയം കളയണ്ട വെച്ചിട്ടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 9th ക്വസ്റ്റ്യൻ. A man buys rupees 50 shares of a company paying 12% dividend at a premium of rupees 10. Find അല്ലേ? അപ്പം ഇതില് ഫേസ് വാല്യൂ തന്നിരിക്കുന്നത് 50 പ്രീമിയം തന്നിരിക്കുന്നത് എത്രയാ? 10. അപ്പം മാർക്കറ്റ് വാല്യൂ എന്താ വരിക? ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം. അപ്പൊ എത്രയാ വരിക? 50 + 10 എത്രയാ വരിക? 60 ആണ് എന്ത് വരിക? അതിന്റെ മാർക്കറ്റ് വാല്യൂ വരിക. ഫൈൻഡ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് 320. നമ്പർ ഓഫ് ഷെയർസ് ഇവിടെ തന്നിട്ടുണ്ട് 320 അല്ലെ? അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് 320 ഷെയർസ്. ഒരു ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ ആണ് 60. അപ്പൊ 320ന്റെ എന്താ വരിക? 320 × 6. ഈ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും എന്താ? ഓഫ് 320 ഷെയർസ് തന്നെ എമൗണ്ട് ഇൻവെസ്റ്റഡ് ആണ് കേട്ടോ. ശരിക്കും എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ശരിക്കും മാർക്കറ്റ് വാല്യൂ ഓഫ് n ഷെയർസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? 00 ഇത് എത്ര? 1920 ഇത്രയും റുപ്പീസ് ആണ് എന്ത് വരിക? മാർക്കറ്റ് വാല്യൂ ഓഫ് 320 ഷെയർസ്. ആനുവൽ ഇൻകം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ്. ഇത് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? ഫേസ് വാല്യൂ ഇൻറ്റു അപ്പൊ എത്രയാണ് വരിക? 50 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 320 ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 12/100. ക്ലിയർ ആയി? ഈ 00 ക്യാൻസൽ ചെയ്യുക. അപ്പൊ 5 × 32 × 12 ഇത് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? ₹1920 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് നോക്ക്. ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് പ്രോഫിറ്റ് അല്ലെ?
എത്ര പ്രോഫിറ്റാ ഉണ്ടാക്കിയത്? ആനുവൽ ഇൻകം 1920 അല്ലെ. മാർക്കറ്റ് വാല്യൂ ഓഫ് 320 ഷെയർസ് തന്നെ എമൗണ്ട് ഇൻവെസ്റ്റഡ് ആ. അപ്പൊ എത്ര വരിക? 19200 ഇൻറ്റു 100. ക്ലിയർ ആയോ? ഈ രണ്ട് സീറോസ് കട്ട് ചെയ്യുക. ഇത് എത്രയാ വരിക? 10%. അപ്പൊ 10% ആണ് എന്ത് വരിക? പ്രോഫിറ്റ് വരിക. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 10. A man buys ₹75 shares at a discount of 15 of a company paying to a 20% dividend. Find the market value of 120 shares. അല്ല, അപ്പൊ ഫേസ് വാല്യൂ എത്രയാ തന്നിരിക്കുന്നത്? 75. ഇവിടെ ഡിസ്കൗണ്ട് ആട്ടോ തന്ന്. ഡിസ്കൗണ്ട് എത്ര തന്നിട്ടുണ്ട്? 15 തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ മാർക്കറ്റ് വാല്യൂ എത്രയാ വരിക? 75 മൈനസ് 15 എത്രയാ വരിക? 60 ആണ് മാർക്കറ്റ് വാല്യൂ വരിക അല്ലെ. ഡിവിഡൻഡ് എത്ര തന്നിട്ടുണ്ട്? 20% ആണ് ഡിവിഡൻഡ് തന്നിരിക്കുന്നത് അല്ലെ. ഫൈൻഡ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് 120 ഷെയർസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ മാർക്കറ്റ് വാല്യൂ ഓഫ് 120 ഷെയർസ് എന്നാൽ ഒരു ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയാ? 60. അങ്ങനെ 60 ഇൻറ്റു എന്ത് വരും? 120. എത്ര വരിക? 7200. ഇതാണ് എന്ത് വരിക? അതിന്റെ മാർക്കറ്റ് വാല്യൂ വരിക 7200 റുപ്പീസ്. പിന്നെന്താണ്? ആനുവൽ ഇൻകം. ആനുവൽ ഇൻകം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആനുവൽ ഇൻകം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫോർമുല യൂസ് ചെയ്യുക. എന്താ വരിക? ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ഇസിക്കൽ ടു ഫേസ് വാല്യൂ എത്രയാ? 75 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എത്രയാ വരുന്നത്? 120 ഇൻറ്റു ഡിവിഡൻഡ് എത്രയാ? 20/100. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ 5 വരും. 5 ഇതിൽ എത്ര വരിക? 15. ഇപ്പൊ എത്രയാ വരിക? 1800 റുപ്പീസ് ആണ് എന്ത് വരിക? ആനുവൽ ഇൻകം വരിക. ഹിസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്. അപ്പം പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് പ്രോഫിറ്റ് എത്രയാ അയാൾ ഏൺ ചെയ്തത്? 1800. ഇൻവെസ്റ്റ് ചെയ്തത് എത്രയാ? 7200 ഇൻറ്റു 100. ഈ രണ്ട് സീറോസ് കട്ട് ചെയ്യാം അല്ലേ. അപ്പം ഈ ഇതെത്രയാ വരിക? 180ൽ 2 ടൈംസ് ഇത് എത്രയാ? 25% വരിക. പെർസെൻറ്റേജ് ക്ലിയർ ആയി. അപ്പൊ പെർസെൻറ്റേജ് പ്രോഫിറ്റ് എത്രയാ? 25. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11th ക്വസ്റ്റ്യൻ. A man has 300 rupees 50 shares അല്ലെ. അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് എത്രയാ വരുന്നത്? 300. ₹50 ഷെയർസ്. അപ്പൊ ഫേസ് വാല്യൂ എത്രയാ? 50. പിന്നെന്താ? കമ്പനി പേയിങ് 20% ഡിവിഡൻഡ്. അപ്പൊ ഡിവിഡൻഡ് എത്രയാന്ന്? 20%. ഫൈൻഡ് ഹിസ് നെറ്റ് ഇൻകം ആഫ്റ്റർ പേയിങ് 3% ടാക്സ്. അപ്പൊ ഒരു ടാക്സ് ഉണ്ട് കേട്ടോ അവിടെ വന്നിരിക്കുന്നത്. 3% ടാക്സ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പം ആനുവൽ ഇൻകം ആദ്യം കണ്ടുപിടിക്കാം. ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു ഫേസ് വാല്യൂ. അപ്പൊ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 50 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 300 ഇൻറ്റു ഡിവിഡൻഡ് പെർസെന്റ് എത്രയാ? 20/100 അല്ലെ. ഇത് ക്യാൻസൽ ചെയ്താൽ ഇത് എന്ത് വരും? 5ഉം 50ഉം കട്ട് ചെയ്താൽ 10. അപ്പൊ എത്രയാ വരിക? 3000 റുപ്പീസ് ആണ് എന്ത് വരിക? ആനുവൽ ഇൻകം വരിക അല്ലെ. ഈ ആനുവൽ ഇൻകത്തിൽ 3% ടാക്സ്. അപ്പൊ ടാക്സ് എമൗണ്ട് എത്രയാ വരിക? ടാക്സ് എമൗണ്ട് ഈസ് ഈക്വൽ ടു 3000 ഇൻറ്റു 3/100. ഈ 100 കട്ട് ചെയ്യും. അപ്പൊ 30 ഇൻറ്റു 3 എത്രയാ വരിക? 90 റുപ്പീസ് ആണ് എന്ത് വരുന്നത്? ടാക്സ് എമൗണ്ട് അല്ലെ. അപ്പോ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് നെറ്റ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഏൺ ചെയ്തത് എത്രയാ? 3000 എത്ര? 90 റുപ്പീസ് ഇൻ ടാക്സ് ആയിപ്പോയി. ബാക്കി വരുന്ന എത്രയാ വരിക? 2910 റുപ്പീസ് ആണ് എന്ത് വരിക? നെറ്റ് ഇൻകം
ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 12th question. A company pays a dividend of 15% on its 10 rupees share from which it deducts income tax at the rate of 22%. Find the annual income of a man who owns 1000 shares of this company. അപ്പം ഡിവിഡൻഡ് എത്രയാണ് കൊടുക്കുന്ന കമ്പനി? 15% ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഇനി ഓൺ ഇറ്റ്സ് 10 റുപ്പീസ് ഷെയർസ്, അപ്പോൾ ഫേസ് വാല്യൂ എത്രയാന്ന്? 10 റുപ്പീസ് അല്ലേ? ഇറ്റ് ഡിഡക്ട്സ് ടാക്സ് വരുന്നുണ്ട്. ടാക്സ് എന്ന് പറയുന്നത് 22% ടാക്സ് ഉള്ള 20 ലെവി ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഫൈൻഡ് ദ ആനുവൽ ഇൻകം 1000 ഷെയർസ്. അപ്പം നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് വരിക? 1000. അപ്പോൾ ആനുവൽ ഇൻകം കണ്ടുപിടിക്കാം. ആനുവൽ ഇൻകം എന്ന് പറയുന്ന എത്രയായിരുന്നു? ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു ഫേസ് വാല്യൂ എത്രയാ? 10 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 1000 ഇൻറ്റു ഡിവിഡൻഡ് എത്രയാ? ഡിവിഡൻഡ് പെർസെൻറ്റേജ് 15/100. ഈ രണ്ട് സീറോസ് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എത്രയാ? 1500 റുപ്പീസാണ് എന്ത് വരിക? ആനുവൽ ഇൻകം വരിക. ഈ 1500 22% ടാക്സാണ്. അപ്പോൾ ടാക്സ് എമൗണ്ട് എത്രയാണ് വരിക? ടാക്സ് എമൗണ്ട് ഈസ് ഈക്വൽ ടു 1500 ഇൻറ്റു 22/100. ഈ രണ്ട് സീറോസ് കട്ട് ചെയ്യുക. അപ്പോൾ 15 ഇൻറ്റു 22 എന്ന് പറയുന്ന സമയത്ത് എത്രയാണ് വരിക? 330 എന്നാണ് വരിക. 330 റുപ്പീസ് അല്ലേ? അപ്പം നെറ്റ് ഇൻകം എന്താ വരിക? നെറ്റ് ഇൻകം ഈസ് ഈക്വൽ ടു ഇതിൽ നിന്ന് ആനുവൽ ഇൻകം 1500 എത്ര? 330 കുറയ്ക്കുക. അപ്പം എത്ര വരിക? ₹1170. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 13th one. A man invests ₹8,800 in buying shares of a company of face value of ₹100 each at a premium of 10%. If he earns 1,200 at the end of the year as dividend, find the number of shares he has in the company, the dividend percentage per share. അപ്പോൾ എമൗണ്ട് ഇൻവെസ്റ്റഡ് അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ എത്രയാണ് വരുന്നത്? 8800. ബൈങ് എ ഷെയർ കമ്പനി ഫേസ് വാല്യൂ എത്രയാണ് വരുന്നത്? ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 റുപ്പീസാണ്. പ്രീമിയം എത്രയാ? 10%ലാട്ടോ ഇവിടെ പ്രീമിയം പറഞ്ഞ് അല്ലേ? ഹി ഏൺസ്, അപ്പൊ ആനുവൽ ഇൻകം ഇവിടെ തന്നിട്ടുണ്ട്. ആനുവൽ ഇൻകം ഈസ് ഈക്വൽ ടു ₹1200 ആണ് ആനുവൽ ഇൻകം അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ അല്ലെ? അപ്പം മാർക്കറ്റ് വാല്യൂ എത്രയാണ് വരിക? ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം അല്ല? പ്രീമിയം കണ്ടുപിടിക്കണം. പ്രീമിയം എന്ന് പറയുന്നത് 10 ഫേസ് വാല്യൂവിന്റെ 10%. അപ്പൊ 100 ഇൻറ്റു 10/100 ഇപ്പൊ 00. അപ്പൊ എത്ര വരിക? ₹10 ആണ് എന്ത് വരുന്നത്? പ്രീമിയം വരുന്നത്. അപ്പോൾ ഫേസ് വാല്യൂ എത്ര? 100 പ്ലസ് 10 എത്ര വരിക? 110 റുപ്പീസ് ആണ് എന്ത് വരുന്നത്? മാർക്കറ്റ് വാല്യൂ വരിക. അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് എന്നാൽ എന്താ വരിക? എമൗണ്ട് ഇൻവെസ്റ്റഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ. എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാ? 8800 ഡിവൈഡഡ് ബൈ 110. ഒരു സീറോ ക്യാൻസൽ ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 80. അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് എത്രയാ വരിക? 80. ഇനി നമ്മൾ ആനുവൽ ഇൻകം ആണ് എത്ര തന്നത്? 1200. ആനുവൽ ഇൻകം എന്താ ശരിക്കും? ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ്. ഇതാണ് എത്ര തന്ന്? 1200 അല്ലേ? അപ്പോൾ ഫേസ് വാല്യൂ എത്രയാ? 100 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ കണ്ടുപിടിച്ച് 80 ഇൻറ്റു D/100 ആണ് എന്ത് വരുന്നത്? 1200 അല്ലെ? ഈ 100ഉം ഈ 2 സീറോയും ക്യാൻസൽ ചെയ്യാം. അപ്പൊ D എന്ന് പറയുന്നത് എത്ര വരും? 12 ഇൻറ്റു 100 ഇതങ്ങോട്ട് എടുത്താൽ 100 ബൈ എന്ത് വരും? 80. ഇവിടെ ഒരു സീറോ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ
ഡിവിഡൻഡ് ഡി ഈസ് ഈക്വൽ ടു 8. ഇതിൽ 4 കോമൺ അല്ലേ, ഇത് 3 വരും, ഇവിടെ 2 വരും, ഇവിടെ ഇത് കട്ട് ചെയ്താൽ 5. 3 into 5 എത്രയാ? 15% ആണ് ഡിവിഡൻഡ് വരിക. ക്ലിയർ ആയോ? അപ്പം അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 14th ക്വസ്റ്റ്യൻ. A man invests rupees 1680 in buying shares of nominal value rupees 24 and selling at 12% premium. The dividend on the share is 15% per annum. Calculate. ഇപ്പം ഇവിടെയും എമൗണ്ട് ഇൻവെസ്റ്റഡ് എത്രയാ? rupees 1680. ഫേസ് വാല്യൂ എത്രയാ? rupees 24. 12% പ്രീമിയം ഉണ്ട്. അപ്പോൾ പ്രീമിയം എത്രയാണ് വരുന്നത്? 12%. 12% എന്ന് പറഞ്ഞാൽ 24ന്റെ ഫേസ് വാല്യൂവിന്റെ 12% വരിക, 100 അല്ലേ? ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് വരിക? rupees 2.88 ആണ് എന്ത് വരിക? പ്രീമിയം വരിക. അപ്പം മാർക്കറ്റ് വാല്യൂ എന്താ വരിക? ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 24 പ്ലസ് 2.88 എത്രയാണ് വരിക? 26.88 റുപ്പീസ് ആണ് എന്ത് വരിക? മാർക്കറ്റ് വാല്യൂ വരിക അല്ലേ? അപ്പം നമ്പർ ഓഫ് ഷെയർസ് ഇവിടെ നിന്ന് തന്നെ കണ്ടുപിടിച്ചൂടെ? എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ മാർക്കറ്റ് വാല്യൂ. എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാ? 1680 ഡിവൈഡഡ് ബൈ 26.88 അല്ലേ? ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 62.5 ഷെയർസ്. ഡെസിമലിലും വരാം കേട്ടോ ഷെയർ. അപ്പോൾ 62.5 ഷെയർസ് ആണ് വരിക അല്ലേ? ഇനി ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആനുവൽ ഇൻകം. ആനുവൽ ഇൻകം. ആനുവൽ ഇൻകം എത്രയാ? ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് അല്ലേ? ഡിവിഡൻഡിന്റെ പെർസെൻറ്റേജും തന്നിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യനിൽ. ഡിവിഡൻഡ് പെർസെൻറ്റേജ് എത്രയാന്ന്? 15% തന്നത്. അപ്പോൾ ഇത് ഫേസ് വാല്യൂ എത്രയാ? 24 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 62.5 ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ 15/100. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? rupees 225 റുപ്പീസാണ് കിട്ടുക. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15th ക്വസ്റ്റ്യൻ. By investing rupees 7,500 in a company, for amount invested rupees 7,500, company paying 10% dividend എത്രയാ? 10%. An annual income of rupees 500 is received. അപ്പോൾ annual income എന്ന് പറഞ്ഞാൽ rupees 500. What is the price paid for each 100 share? അല്ലേ? അപ്പം ഇതിൻ്റെ എമൗണ്ട് ഇപ്പം ഇതിൽ ഫേസ് വാല്യൂ എത്രയാന്ന്? 100. അതാണ് 100 റുപ്പീസ് ഷെയർ എന്ന് തന്നത് അല്ലേ? അപ്പം ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ്. ഈ ഫേസ് വാല്യൂ എത്രയാ? 100 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് അറിയില്ല, ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് എത്രയാ? 10/100. ഇതാണ് എത്ര തന്ന്? 7,500 തന്ന് അല്ലേ? അപ്പം അല്ല, എമൗണ്ട് റിസീവ്ഡ് എത്രയാ? എമൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ
ഇത് ഇൻവെസ്റ്റർ എമൗണ്ട് ആനുവൽ ഇൻകം 500 അല്ലേ. അപ്പം ഈ 100ഉം 100ഉം ക്യാൻസൽ ആവും. അപ്പം n ഈസ് ഈക്വൽ ടു എത്ര വരിക? 500/10. ക്യാൻസൽ ചെയ്താൽ എത്ര വരും? 50. അപ്പം നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് വരിക? 50. പിന്നെന്താ ചോദിച്ചത്? മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഷെയർ എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പം ആ കേസിൽ നമ്മൾ ഈ ഫോർമുല നേരത്തെ ഫോർമുല യൂസ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ എന്താ വരിക? എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ. അപ്പം മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താ വരിക? എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ക്ലിയർ ആയി? ഈ ഫോർമുല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എമൗണ്ട് ഇൻവെസ്റ്റഡ് എത്രയാണ്? 7,500. മാർക്കറ്റ് വാല്യൂ എത്രയാണ്? നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 50. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 150 അല്ലേ. 150 റുപ്പീസാണ് എൻ്റെ മാർക്കറ്റ് വാല്യൂ വരിക. ക്ലിയർ ആയോ? ഇതാണ് നമ്മളെ ഫസ്റ്റ് എക്സസൈസ്.